നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 19-ാം തീയതി 1201 ആണ്ട് ധനുമാസം 4-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ഇന്ന് ആഴ്ചയൊക്കെ കൊള്ളാം, ശുക്രൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ കർത്തവാവ് ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്ക് പറയുകയാണെങ്കിൽ ഒട്ടും കൊള്ളില്ല. അമാവാസിയും അതിന് ഒപ്പം തന്നെ തൃക്കേട്ട നക്ഷത്രം കൊള്ളത്തില്ല. അന്ന് അമാവാസി എന്ന് പറയുമ്പോൾ ഇരുട്ട്, ചന്ദ്രൻ ആണ് സൂര്യൻ്റെ പ്രകാശം വലിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അത് പൂർണ്ണ ഇരുട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആകിലും ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക, ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ചെയ്താൽ തന്നെ അത് സന്തോഷത്തിന് പകരം ദുഃഖത്തെ തരും. നമ്മൾ നല്ല ചെയ്താലും ഇന്ന് ദോഷപ്രദമായ അവസ്ഥകൾക്കിട വരും. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ധനുമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം ഒരു വർഷം. കാരണം അമാവാസി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഇരുട്ട് വ്യാപിക്കും, സന്തോഷത്തെ കുറയ്ക്കും, അസുഖങ്ങളും അസ്വസ്ഥതയും ശത്രുതയും കാര്യതടസ്സവും ധനനഷ്ടവും ഒക്കെ നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതൊഴിച്ച് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ വരാനിടയുള്ളത് കൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ എന്ത് ചെയ്യണം? പൗർണമി വ്രതം നോക്കണം. ഈ അമാവാസി അതിജീവിച്ച് പോകാൻ വേണ്ടി ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ വേണ്ടി പൗർണമി ദിവസം, വെളുത്ത വാവ് ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി നല്ല പ്രാർത്ഥനാ നിരതയായിരിക്കണം. ദൈവത്തെ എന്നുള്ളിടത്തല്ല, ശരിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പൗർണമിയിൽ അന്ന് വ്രതത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ അമാവാസിയുടെ ഇരുട്ട് മാറിക്കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തടസ്സത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടാവും, പ്രത്യേകിച്ച് സമാധാനം ഇല്ലാതെയാക്കും, ഇരുട്ടത്താക്കി കളയും, ചെയ്യുന്നതിനൊന്നും റിസൾട്ട് കിട്ടാതെയാവും. അതുകൊണ്ട് ഈ പരിഹാരം ചെയ്ത് പൊയ്ക്കൊള്ളുക. ദേവീക്ഷേത്രത്തിൽ പോവുകയും ദേവീ രൂപത്തിലുള്ള ദേവതകളെ ആരാധിക്കുക. അതിനൊപ്പം തന്നെ പൗർണമി വ്രതവും നോക്കിപ്പോവുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇന്ന് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് രാഹുവിൻ്റെ സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:56 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 12:22 വരെ രാഹുകാലം ഉണ്ട് താനും. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭയാത്രയ്ക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 8:05 തൊട്ട് 9:30 വരെ ഗുളികനും, യമകണ്ഠ കാല സമയം 3:13 തൊട്ട് 4:39 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം തന്നെയാണ് എങ്കിൽ പോലും അമാവാസി ദിവസമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തെയും നമുക്ക് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുക, ചുവന്ന വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമുക്ക് കുറച്ച് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് സഹായകരമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കഷ്ടതയും വരാതെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.